മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം ജീവനേക്കാൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മക്കളെയായിരിക്കും. അവർക്കൊരു പോറലേറ്റാൽ അല്ലെങ്കിൽ അവരുടെ കണ്ണ് നിറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചൊന്നു പിടയും. മരണം മുന്നിൽ കണ്ടാലും തൻ്റെ ജീവൻ പോകുമെന്ന് ഉറപ്പായാലും ആ കൈകൾ മക്കൾക്ക് നേരെ നീളും. അതുതന്നെയായിരുന്നു വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ഉന്നതിയിൽ വാരിയത്ത് വീട്ടിൽ വിഷ്ണു എന്ന 32കാരനായ ആ പിതാവും ചെയ്തത്. പക്ഷേ 3 വയസ്സുകാരനായ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവനെ ചേർത്തുപിടിക്കാൻ വിഷ്ണു ഇന്നില്ല. തൻ്റെ പൊന്നുമകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആ പിതാവിന് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നു. അങ്ങേയറ്റം ദാരുണമായ ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടിയാണ്. വീടിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണുവിൻ്റെ മകനായ ആരുഷ് എന്ന 3 വയസ്സുകാരൻ. കളിക്കുന്നതിനിടയിൽ എപ്പോഴോ ആ കുഞ്ഞ് തൊട്ടടുത്തുള്ള ആൾമറയില്ലാത്ത കിണറിനടുത്തേക്ക് പോയി. തൊട്ടുപിന്നാലെ തന്നെ കുഞ്ഞ് കാൽ തെന്നി കിണറിന്റെ ആഴങ്ങളിലേക്ക് പതിക്കുകയായിരുന്നു. കുട്ടി കിണറ്റിലേക്ക് വീഴുന്നതിന്റെ ശബ്ദം കേട്ടതോടെ സമീപത്ത് തന്നെയുണ്ടായിരുന്ന വിഷ്ണു മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ കുഞ്ഞിന് പുറകെ കിണറ്റിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ആ സമയം ഇരുട്ടായതിനാൽ കിണറിൽ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. കിണറ്റിൽ നിന്നും വലിയ ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് വീട്ടുകാരും അയൽവാസിയായ വൈശാഖ് എന്ന യുവാവും അവിടേക്ക് ഓടിയെത്തുന്നത്. കുഞ്ഞിനെ അവിടെ കാണാതെ വന്നതോടെ കുഞ്ഞ് കിണറ്റിലേക്ക് വീണതാണെന്ന് വീട്ടുകാർ അറിയിച്ചതോടെ വൈശാഖ് കിണറ്റിലേക്ക് ഇറങ്ങി. എന്നാൽ വിഷ്ണു കിണറ്റിലുള്ള കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. കിണറിലേക്കിറങ്ങിയ വൈശാഖ് അതിസാഹസികമായി തന്നെ കുഞ്ഞിനെ പുറത്തേക്കെടുക്കുകയും നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ നാട്ടുകാർ സംഭവം അഗ്നിരക്ഷാസേനയെയും അറിയിച്ചിരുന്നു. കുട്ടിയെ കിട്ടിയെന്നറിഞ്ഞതോടെ നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വീണ്ടും വിളിക്കുകയും ഇതോടെ അവർ തിരിച്ചുപോകാനായി തുടങ്ങുകയുമായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ആ വീട്ടിൽ നിന്നും വിഷ്ണുവിനെ കാണാനില്ല എന്ന നിലവിളികൾ ഉയരുന്നത്. ഇതോടെ അഗ്നിരക്ഷാസേന വീണ്ടും അവിടേക്ക് കുതിച്ചെത്തുകയും അവർ കിണറ്റിലേക്ക് ഇറങ്ങി പരിശോധിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് കിണറിലെ ചേറിൽ കുടുങ്ങിയ നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ആ കിണറിന്റെ ആഴങ്ങളിൽ വിഷ്ണു കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ 3 വയസ്സുകാരനായ ആരുഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടി അപകടനില തരണം ചെയ്തുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ കുഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ആദ്യം ഒരുപക്ഷെ തിരയുക അവന്റെ അമ്മയെയും അച്ഛനെയുമായിരിക്കും. എന്നും വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാരങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുമായിരുന്ന ആ 3 വയസ്സുകാരനെ തനിച്ചാക്കി അച്ഛൻ യാത്ര പറഞ്ഞിരിക്കുകയാണ്. ഒരു പിടി കണ്ണീരോർമ്മകൾ ബാക്കിയാക്കി. ഇനിയെങ്കിലും ഇങ്ങനെയൊരു വിധി ഒരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. ആൾമറയില്ലാത്ത കിണറുകളും കുഴികളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കാതിരിക്കാൻ നമുക്ക് കൂടുതൽ ജാഗ്രത പാലിക്കാം. പ്രിയ സഹോദരന് ആദരാഞ്ജലികൾ.